അമേരിക്കൻ ഉപരാഷ്ട്രപതി ജെ.ഡി. വാൻസും ഇറാൻ നേതൃത്വവുമായിട്ട് പാകിസ്ഥാനിൽ നടന്ന 21 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ച തെറ്റിപ്പിരിഞ്ഞു. ഇത് തെറ്റിപ്പിരിയുമെന്നുള്ളത് ഒരുവിധം എല്ലാവർക്കും ഒരു അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു. കാരണം അവരുടെ ആവശ്യങ്ങൾ രണ്ടു കൂട്ടരുടെയും, അമേരിക്കയുടെയും ഈ ഇറാൻ്റെയും ആവശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയായിരുന്നു ഇത് തെറ്റിപ്പിരിയുക തന്നെ ചെയ്യും. കൂടുതലായിട്ട് ജെ.ഡി. വാൻസ് അവിടെ നിന്നും പുറത്തു വന്നിട്ട് പറഞ്ഞ കാര്യം, അവർക്ക് ന്യൂക്ലിയർ ബോംബ് ഹോർമൂസ് കടലിടുക്ക് വിട്ടുകൊടുക്കാൻ ഒരു പക്ഷേ അമേരിക്ക തയ്യാറായിരുന്നു. അവിടെ പണം പിരിക്കുക $2 മില്യൺ, അതായത് ഒരു വണ്ടി കടന്നു പോകുന്നതിന് ഒരു 20 കോടി, 19 കോടി, 20 കോടി രൂപ പിരിക്കുന്നത് കൊണ്ട് അമേരിക്കയ്ക്ക് കുഴപ്പമില്ലായിരുന്നു, ഒരു കപ്പൽ കടന്നു പോകുന്നത്. പക്ഷേ ഇവർ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതായിരുന്നു അമേരിക്കയുടെ ആവശ്യം. ഇതിൽ നമ്മൾ ഒട്ടനവധി കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. എന്തായിരുന്നു അമേരിക്കയുടെ നിലപാടുകൾ? എന്തുകൊണ്ട് ജെ.ഡി. വാൻസ് പുറത്തു വന്നതിന് ശേഷം പറഞ്ഞത്, ഞങ്ങൾ ഹാഫ് എ ഡസൻ അല്ലെങ്കിൽ 1 ഡസൻ ടൈം, ഏകദേശം 12 പ്രാവശ്യം, ഒരു ഡസൻ അന്ന് പറഞ്ഞാൽ 12 പ്രാവശ്യമെങ്കിലും ട്രംപിനെ ഈ 21 മണിക്കൂറിനുള്ളിൽ ട്രംപുമായിട്ട് ആശയവിനിമയം നടത്തി എന്നാണ് ജെ.ഡി. വാൻസ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് ചർച്ച മുന്നോട്ട് പോയത്. പിന്നീട് ഈ ചർച്ച നടക്കുന്ന വേളയിൽ 2 സൈനിക കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് വഴി, അത് ബ്രാഡ് കൂപ്പർ സൈന്യം തന്നെ പുറത്തുവിട്ടതാണ്, അമേരിക്കയുടെ 2 സൈനിക കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയി. അതായത് അത് മൈൻ സ്വീപ്പിംഗ് ടെക്നോളജിക്കുള്ള കപ്പലുകളായിരിക്കാം, അതിൻ്റെ വിവരങ്ങളൊന്നും നമുക്കറിയില്ല. 2 കപ്പലുകൾ കടത്തിവിട്ടുന്ന ട്രംപ് തന്നെ പുറത്തു വന്ന് പറഞ്ഞു, നമ്മൾ ഹോർമുസ് കടലിടുക്കിക്കൂടെ 2 കപ്പലുകളെ കടത്തിവിട്ടിരിക്കുന്നു. ഇവിടെ നടന്ന ചർച്ച എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അതായത് ജെ.ഡി. വാൻസിന് പ്രസിഡൻ്റ് ആവാൻ മോഹമുണ്ട്. അദ്ദേഹം സെക്കൻഡ് ഇൻ കമാൻഡാണ്, സെക്കൻഡ് ഇൻ ലൈൻ. അപ്പോൾ അദ്ദേഹം, ഈ ചെറുപ്പക്കാരനൊരു പ്രസിഡൻ്റ് ആവാൻ തയ്യാറുണ്ട്. അപ്പോൾ ട്രംപിനോട് പറഞ്ഞു, എനിക്കൊരു അവസരം തായോ, ഞാൻ പോയി ഒന്ന് സംസാരിച്ച് നോക്കട്ടെ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വലിയ ശുഭാപ്തി പ്രതീക്ഷയോടുകൂടിയാണ് അദ്ദേഹം വന്നത്. അപ്പോൾ ട്രംപ് തന്നെ കഴിഞ്ഞ ഇന്നലത്തെ ഒരു ഡിന്നറിൻ്റെ പത്രക്കാരൊക്കെ ഇരിക്കുന്ന സമയത്ത്, തോറ്റു കഴിഞ്ഞാൽ അവൻ്റെ തലയിൽ, ജയിച്ചാൽ ഞാനെടുക്കും എന്ന് തമാശ രൂപേണ പറഞ്ഞിരുന്നു. ട്രംപ് ഒരു കെണിയിൽപ്പെട്ടിട്ടാണ് ഇങ്ങനൊരു സന്ധി സംഭാഷണത്തിന് തയ്യാറായത്, ട്രംപിൻ്റെ ഇതിൽ നിന്ന് പറയുമ്പോൾ. കാരണം ട്രംപിൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഇമ്മാനുവൽ മാക്രോൺ, കീർ സ്റ്റാമർ, ജപ്പാൻ, സൗത്ത് കൊറിയ, എല്ലാവരും ട്രംപിനെ കൈയൊഴിഞ്ഞു. നിങ്ങളുടെ യുദ്ധം, ഇത് ഞങ്ങളുടെ യുദ്ധമല്ല എന്ന് ജർമ്മനി, എല്ലാവരും പറഞ്ഞു. നാറ്റോ, കൂടുതലായിട്ട് പറഞ്ഞ സ്പെയിനാണ്. അപ്പോൾ ട്രംപ് പറഞ്ഞു, ഞാൻ എന്തിന് നിങ്ങളായിട്ട് ചർച്ചയ്ക്കാണ്? അറബ് രാജ്യങ്ങൾ ഞങ്ങൾ ഇറങ്ങാം, UAE കൂടുതലായിട്ട് ഞങ്ങൾ ഇറങ്ങാം, ഞങ്ങളും ഇറാൻ അടിക്കാൻ ഇറങ്ങാം, സൗദി അറേബ്യ, ഇവരൊന്നും പറയുന്നതല്ലാതെ ഇറങ്ങുന്നില്ല. മറ്റൊരു തീർത്തു പറഞ്ഞു, യൂറോപ്പ് തീർത്തു പറഞ്ഞു ഞങ്ങളില്ല. നാറ്റോ പറഞ്ഞു ഞങ്ങളുടെ യുദ്ധമല്ല, നിങ്ങളുടെ പാടായി. അപ്പോൾ ട്രംപ് അതിനൊരു മരുമരുന്നായിട്ടാണ് ഇവിടെ ചർച്ചയ്ക്ക് പോയത്, അത് തോറ്റു കൊടുക്കാൻ. ആ വേളയിൽ മണത്തറിഞ്ഞിട്ട് നാറ്റോൻ്റെ തലവൻ അമേരിക്കയിലെത്തി, മാർക്ക് റൂട്ട്. അത് ട്രംപായിട്ട് വ്യക്തിബന്ധമുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞ കാര്യം, ട്രംപിനോട് പറഞ്ഞു, നിങ്ങൾ ഒറ്റയ്ക്കല്ല, 22 രാജ്യങ്ങൾ അദ്ദേഹം കൊണ്ടുവന്നു. അപ്പോൾ ട്രംപിന് ശക്തിയായി. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ കയ്യിൽ പവറായി ചർച്ചയ്ക്ക് പോകുമേ, നിങ്ങൾക്ക് തോറ്റു തരേണ്ട ആവശ്യമില്ല. ഇറാനോട് പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി തോറ്റു തരേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല, എൻ്റെ കൂടെ 22 രാജ്യം. ഇനിയിപ്പോൾ 22 രാജ്യങ്ങൾ ഇറങ്ങാമെന്ന് പറഞ്ഞാൽ ട്രംപ് നല്ല പണി കൊടുക്കുക. അവരോട് പറയും, നിങ്ങളുടെ പട്ടാളത്തിനെ കൊണ്ടുപോവാ, ഒരു 5000 പട്ടാളം വെച്ച് കിട്ടിയാൽ മതി. ഫ്രാൻസ്, ജർമ്മനി, നാറ്റോൻ്റെ ഒരു 10-22 രാജ്യങ്ങളിൽ നിന്ന് 5000 പട്ടാളക്കാരും അമേരിക്കയും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറാനിൽ ഉണ്ടാക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോൾ വേറൊരു കാര്യമുള്ളത്, വേറെ രാജ്യങ്ങൾ ഇതിൽ ഇടപെടുമേ, ചൈനയും റഷ്യയും ഇടപെടുമോ? ചൈനയും റഷ്യയ്ക്ക് ഇറങ്ങാൻ പറ്റില്ല. കാരണം റഷ്യേനെ ട്രംപ് ഓൾറെഡി ടെസ്റ്റ് ചെയ്ത് നോക്കി. അവിടെ സിറിയനെ ബാഷർ അൽ അസദ്, അവിടെ വേറെ അൽ ഷര എന്ന് പറഞ്ഞ ആ
ആളെ പ്രസിഡൻ്റാക്കി കൊണ്ടിരുത്തി. അതുപോലെ തന്നെ ഇവിടെ അടിച്ചു വെനിസുലയിൽ, ഇവരൊക്കെ ഇവരുടെ കൂട്ടുകാരാ. പക്ഷെ ഇറാൻ അടിക്കുമ്പോൾ റഷ്യ ഇറങ്ങുമോ ഇല്ലയോ? ഒരു പക്ഷേ പൂട്ടിനും ട്രംപുമായിട്ടുള്ള വ്യക്തിബന്ധം വെച്ച് റഷ്യ പിൻവാങ്ങി തന്നെയല്ല, റഷ്യക്ക് അവിടെ അവരുടേതായ പ്രശ്നങ്ങൾ കൂടുതലുണ്ട്. യുക്രൈനായിട്ടുള്ള യുദ്ധം നടക്കുകയാണ്. അവിടെ നിന്നെങ്ങാനും ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ സെലൻസ്കി എന്ന് പറഞ്ഞ പയ്യൻ അടിച്ച് നിരത്തി. ഇപ്പം തന്നെ ഇത്രയും ശക്തിയിൽ നിൽക്കുമ്പോൾ തന്നെ ഡ്രോണുകൾ വിട്ടിട്ടും അതിനനുസരിച്ച് ഡ്രോണുകളെ തടുക്കാനുള്ള ടെക്നോളജി, അവരുടെ Su-57 വരെ അടിച്ചിടാനുള്ള ടെക്നോളജി ഉണ്ട്. ഒട്ടനവധി നാശനഷ്ടം ഇരുഭാഗത്തും യുക്രൈൻ യുദ്ധത്തിൽ. അവിടെ നിന്ന് പുടിന് അനങ്ങാൻ പറ്റില്ല. അനങ്ങിയ സെലൻസ്കി അടിക്കും അവിടെ. അതുകൊണ്ട് ഇറാനിലെ ഇതിന് കാര്യത്തിന് വന്നാൽ പണി കിട്ടും. തന്നെയല്ല, അമേരിക്ക അതിൽ ഇടപെട്ട ടോമഹോക്ക് മിസൈലുകൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് യുക്രൈനിൽ. പക്ഷെ ഉപയോഗിക്കാൻ അമേരിക്കയുടെ അനുവാദം ലഭിച്ചിട്ടില്ല. ഇവിടെ എങ്ങാനും ഇറാനെ തൊടുമേ റഷ്യ അനങ്ങിയാൽ ഇത് കിട്ടും. ഈ ടോമഹോക്ക് ദീർഘദൂര മിസൈലുകൾ റഷ്യക്കെതിരെ ഉപയോഗിക്കാൻ യുക്രൈന് അതിൻ്റെ സോഴ്സ് കോഡൊക്കെ ഉണ്ട്. ഈ മിസൈലുകളും സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള അതിൻ്റെ ഇതുകൾ, അതായത് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്നാൽ അത് ഉപയോഗിക്കരുതെന്ന് സെലൻസ്കിയോട് പറഞ്ഞിട്ടുണ്ട്. കൊച്ചു പൈപ്പിലൊരു നിങ്ങൾ എടുത്ത് കഴിക്കരുത്, മിഠായി ബിസ്ക്കറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കരുത്, സാധനം അവിടെ ഇരുന്നോട്ടെ, ആവശ്യം വന്നാൽ ഞാൻ പറയാം അപ്പം എടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞ് സാധനം കൊണ്ടുവച്ചിട്ടുണ്ട്. ചൈനയോട് പറഞ്ഞിട്ട് ഇതിൽ ഇടപെട്ടാൽ ചൈനയ്ക്ക് പണി കിട്ടും. ചൈനയ്ക്ക് പണി കിട്ടുമ്പോൾ ഈ 22 രാജ്യം എന്ന ശക്തി ട്രംപിൻ്റെ കയ്യിൽ വന്നു. JD വാൻസിനെ അവസാനമായിട്ട് JD വാൻസിനെ ഗതികെട്ട വിട്ടെ. കാരണം ട്രംപ് ഒറ്റയ്ക്കാണെങ്കിൽ അവിടെ പട്ടാളത്തിന് ഇറക്കിയാൽ 1,00,000 പട്ടാളത്തിന് ഇറക്കിയാലും ഇറാൻ്റെ നിന്ന് മുട്ടം പണി കിട്ടും. ഇപ്പോൾ 22 രാജ്യം ട്രംപിൻ്റെ കയ്യിലുണ്ട്. അത് വരാൻ കാരണം ഇയാൾ പോയിട്ട് ഇറാനായിട്ടൊരു ധാരണയിലെത്തി. ഇനി നിങ്ങളാണ്, ഞാനും നിങ്ങളും, അതിൻ്റെ കൂടെ ചൈനേനെയും കിട്ടി റഷ്യേനെയും കിട്ടിയ ട്രംപ് ഓക്കെ ആയി. ട്രംപ് പറയും യൂറോപ്പും വേണ്ട അറബികളും വേണ്ട എന്ന് പറയും. ഇപ്പം അതിന് പകരം അപ്പോൾ ട്രംപിൻ്റെ വിലപേശൽ കൂട്ടി. JD വാൻസ് എന്നിട്ട് വിലപേശൽ കൂട്ടി. ഇനി നിങ്ങൾ ന്യൂക്ലിയർ ഉണ്ടാക്കരുത്, ഹോർമൂസിൽ തുറന്നു വിടണം എന്നൊക്കെ, എന്നാൽ നിങ്ങളെ വെറുതെ വിടാം എന്നതായിരുന്നു JD വാൻസിൻ്റെ ഈ ചർച്ചയിലെ സ്റ്റാൻസ്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ചൈനയോ റഷ്യയോ ഇതിലിറങ്ങിക്കഴിഞ്ഞാൽ ട്രംപിന് നല്ല പണി കിട്ടും. അത് ട്രംപിനല്ല, ലോകത്തിന് നല്ല പണി കിട്ടും. ഒട്ടനവധി മനുഷ്യജീവിതങ്ങൾ അവിടെ ഇവിടെ ഒക്കെ ആരുടെയിലൊക്കെ എന്ത് ആയുധങ്ങളുണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല. യുദ്ധം എവിടേക്ക് ഏത് ദശയിലേക്ക് തിരിയുന്നുള്ളതും അറിയാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. ഇസ്രായേൽ ആവുന്നത്ര പണി അവിടെ ഇവിടെയൊക്കെ വെക്കും. എല്ലാ രാജ്യങ്ങളെ ഇറക്കി കൊണ്ടുവരാനായിട്ടുള്ള പണികളൊക്കെ വെച്ച് ഇത് ഇങ്ങോട്ട് അവസാനിപ്പിച്ചെടുക്കാനുള്ള പണിയും ചെയ്യും. അപ്പോൾ നമ്മളൊക്കെ ഏകദേശം ഈ ചെറിയ ഇതിലൊക്കെ മറ്റേ ബൈബിളിലോ മറ്റ് പുസ്തകങ്ങളിലൊക്കെ പറയുന്ന പോലെയുള്ള അവിടേക്ക് കാര്യങ്ങൾ എത്തിപ്പെടുമോ എന്നുള്ളതൊരു കാര്യമാണ്. ട്രംപിന് 22 രാജ്യങ്ങളുടെ ശക്തി ഉണ്ടെങ്കിൽ അവരൊരുമിച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ചൈനയും റഷ്യയും, റഷ്യ പോട്ടെ, റഷ്യ ആണെങ്കിലില്ല, ചൈന ഇറങ്ങാതിരുന്നാൽ ട്രംപ് പറയുന്നിടത്ത് കാര്യം അവിടെ വന്ന് നിൽക്കും. ട്രംപ് പറയുന്ന സ്ഥലത്ത് കാര്യം വന്ന് നിൽക്കും. ചൈനേനെയും കൂടി അനുനയിപ്പിച്ച്, ഇപ്പോൾ ഇത് ചൈനയും റഷ്യയായിട്ട് ചേരില്ല കേട്ടോ, പക്ഷേ ചൈനയും റഷ്യയായിട്ട് വളരെയധികം അതിർത്തി തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവിടെ ജപ്പാൻ, ഇപ്പോൾ ട്രംപ് പറഞ്ഞു വേണമെങ്കിൽ വന്നോ, അല്ലെങ്കിൽ ഞാൻ ഇറാനായിട്ടൊരു ധാരണയിലെത്തും, ആ കടലൊടുക്ക് അടച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവന്മാരൊക്കെ വന്നിട്ട് 22 രാജ്യങ്ങൾ വന്നിട്ട് ഇന്നലെ മാർക്ക് റൂട്ട് വന്ന് എല്ലാവരും ഒരുമിച്ച് ഇറങ്ങാൻ തയ്യാറുണ്ട്. അത് ആണ് ഇനി ലോകം വിറ്റ് നോക്കുന്നത്. അപ്പോൾ അടി നടക്കും, ഇറാൻ ഇല്ലാതാക്കുക തന്നെ ചെയ്യും. കാരണം തെറ്റിപ്പിരിഞ്ഞു പോകുന്നു എന്നൊരു പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിൽ JD വാൻസ് ഉണ്ട്, സ്റ്റീവ് വിറ്റ്കോഫ് ഉണ്ട്, ജെറഡ് കുഷ്ണർ ഉണ്ട്. ഇവർ ഇറങ്ങിയിട്ട് എന്താക്കുമെന്നുള്ളതിനെക്കുറിച്ചാണ് ലോകം കാണുന്നത്. ഇങ്ങനത്തെ അടിയാണ് അടി. മറ്റൊരു കാര്യം നമ്മളിതിൽ കാണേണ്ടത്, ഈ ചർച്ചകൾ നടക്കുമ്പോൾ ലൈവ് അപ്ഡേറ്റ് ട്രംപിന് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ട്രംപ് അതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹോർമൂസ് കടലിടുക്കിൻ്റെ പേരിൽ നമ്മൾ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു, ന്യൂക്ലിയർ ഇതിൻ്റെ പേരിൽ ഇത് ചർച്ച നടക്കുന്നില്ല എന്നുള്ളത് ട്രംപിനാണല്ലോ ഏറ്റവും ആദ്യം അറിയിക്കേണ്ട വ്യക്തി. അപ്പോൾ അദ്ദേഹം അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്താണ് സംഭവിക്കുന്നത് ചർച്ച. അപ്പോൾ ഏകദേശം ഈ ചർച്ച ഇത് JD വാൻസ് പുറത്തുനിന്ന് പറയുന്നതിനും 2 മണിക്കൂർ മുമ്പ് ട്രംപിന് അറിയായിരുന്നു ചർച്ച
പരാജയമാണ് എന്നുള്ളത് ട്രംപിന് വ്യക്തമായിട്ട് അറിയായിരുന്നു. അദ്ദേഹം അതിനനുസരിച്ച് അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആൾക്കാരെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവരിൽ നിന്നും കിട്ടുന്ന വിവരങ്ങളനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അവർ വ്യക്തമായിട്ട് ട്രംപിന് ചുറ്റുമുള്ള ആൾക്കാരോട് പറഞ്ഞിരുന്നു ഇത് ചർച്ച നടക്കാൻ പോണ കേസല്ല എന്ന്. അദ്ദേഹം ഇപ്പോഴാണ് ജെ ഡി വിൻസ് ഇസ്ലാമാബാദിൽ പുറത്തു വന്ന് പറയുന്നത്. അതിലും ഒരു 3 മണിക്കൂർ മുമ്പ് ട്രംപ് വന്ന് അദ്ദേഹത്തിന് ചുറ്റുമുള്ള ആൾക്കാരോട് പറഞ്ഞു ഇത് വിജയിക്കുന്ന ചർച്ചയല്ല, നമ്മളെങ്ങോട്ടും എത്തിച്ചേരുന്നില്ല, യുദ്ധത്തിന് തയ്യാറാവുക. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ കാര്യം 2 കപ്പൽ നമ്മൾ കടത്തിവിട്ടു, യുദ്ധ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലൂടെ കടത്തിവിട്ടു എന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഇതിലെ കടന്നുപോയ 2 കപ്പലുകൾ എന്ന് പറയുന്നത് ഒന്ന് USS ഫ്രാങ്ക് ഇ പീറ്റേഴ്സൺ, അത് അമേരിക്കയുടെ ഒരു നേവൽ കപ്പൽ. ഒപ്പം മർഫി എന്ന് പറഞ്ഞ 2 USS ഫ്രാങ്ക് ഇ പീറ്റേഴ്സണും മർഫി എന്ന് പറയുന്ന 2 കപ്പലുകളെ കടത്തിവിട്ടു. അത് ഈ വിമാനങ്ങൾ കൂടുതലായിട്ടുള്ള കപ്പലുകളല്ല, മൈൻ സ്വീപ്പിംഗ് കപ്പലുകളായിരിക്കും. ഇപ്പം നമ്മൾ ഒരു അമേരിക്കൻ പട്ടാളക്കാരനായിരുന്നു. ആ സമയത്ത് അമേരിക്കയുടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് SOP അതൊരു പക്ഷേ നമുക്കൊന്നും പരിചിതമായ ഒരു രീതിയല്ല. അവർക്ക് വ്യക്തമായ ചിലപ്പോൾ ഈ വ്യക്തിബന്ധങ്ങളിൽ അവർ പിറകോട്ടാണ്. പക്ഷെ അവരുടെ ആ ഒരു പ്രൊഫഷണലിസം അതിൽ അമേരിക്കനെ കടത്തിവെട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് ലോകം അമേരിക്കയെ ഭയക്കാനുള്ള കാരണം. ആ ഒരു SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വെച്ച് അവർ പോവുള്ളൂ. അവർ സുരക്ഷിതമാണെന്ന്, കടലിടുക്ക് സുരക്ഷിതമാണെന്ന് അറിഞ്ഞാൽ മാത്രമേ 2 കപ്പലുകൾ ഈ ഇതും USS ഫ്രാങ്കും മറ്റേ മർഫി എന്ന് പറഞ്ഞ കപ്പൽ 2 കപ്പൽ കടത്തിവിട്ടത് ആ ഒരു ഫുൾ ക്ലിയർ ഇത് കിട്ടിയാൽ മാത്രമേ അവർ ചെയ്യുള്ളൂ. റിസ്ക് അസസ്മെൻറ്റ്സ് നടത്തും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ ഇത് ചെയ്യുള്ളൂ. ഇതിൽ മറ്റൊരു ഭാഗം കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ട്രംപ് ഇങ്ങനൊരു ഊരാക്കുടുക്കിൽ പെട്ടപ്പോൾ അദ്ദേഹം കണ്ടെത്തിയൊരു മാർഗം, നമുക്കൊക്കെ ഉറ്റ സുഹൃത്തുക്കളുണ്ട്, ചങ്കുകളെന്ന് നമ്മൾ വിളിക്കുന്ന ആൾ. അത് ചിലപ്പോൾ ആണെങ്കിൽ റാങ്കുകളോ അതല്ലെങ്കിൽ പ്രൊഫൈൽസിനോ അതല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾക്കോ മേലെയായിരിക്കും അവർക്കുള്ള സ്ഥാനം, നമ്മുടെ ചങ്കുകൾക്കുള്ള സ്ഥാനം. അങ്ങനെ ഒരു ചങ്കാണ് അസീം മുനീർ. ഒരു ഭൗമരാഷ്ട്രപരമായ ജിയോ പൊളിറ്റിക്കൽ ബൗണ്ടറീസിന് മേലെയാണ് അവർ തമ്മിലുള്ള ബന്ധം. ട്രംപ് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാലും അസീം മുനീർ നടത്തിക്കൊടുക്കും. അത് അവർ ബിസിനസ് പാർട്ട്നേഴ്സാണെന്ന് കൂടി പറയുമ്പോൾ ട്രംപിൻ്റെ പിള്ളേരും ഇദ്ദേഹത്തിൻ്റെ പിള്ളേരൊക്കെ ബിസിനസ് പാർട്ട്ണർ, ക്രിപ്റ്റോ കറൻസി എന്തൊക്കെ ഉണ്ടെന്ന് വായുവിൽ നമ്മൾ കേൾക്കുന്നതാണ്. ഇവർ തമ്മിൽ കച്ചവട ബന്ധമുണ്ട്. ഈ അസീം മുനീറും നമ്മുടെ ട്രംപുമായിട്ട്. ട്രംപിൻ്റെ പിള്ളേർ ഡോൺ ജൂനിയർ ഉണ്ട്, അതല്ലെങ്കിൽ ഇവാങ്കി, അവരൊക്കെ ക്രിപ്റ്റോയിൽ ഇറങ്ങി $6 ബില്യൺ $7 ബില്യൺ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുവരെ. ഭരണം ഒരു കൊല്ലത്തിനുള്ളിലെത്തും. 6 ബില്യൺ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ 8,000 കൊണ്ട് ഗുണിക്കുമ്പോൾ 8,000 കോടി വെച്ച് 8,000, 10,000 കോടി, 60,000 കോടി, 50,000 കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയാൻ. അപ്പോൾ അസീം മുനീർ എന്ന വ്യക്തിയോട് ഒരു കൊട്ടേഷൻ കൊടുക്കണം. നമ്മളിപ്പോൾ ഈ നാട്ടിൽ കൊട്ടേഷൻ കൊടുക്കുന്ന മാതിരി, മുനീറെ ഞാൻ പെട്ടു ഇവിടെ, ഞാൻ ഒറ്റയ്ക്കുള്ളൂ, ഇന്ന് തലയൂരാൻ സഹായിക്കണം എന്ന് നമ്മൾ വ്യക്തികൾ തമ്മിൽ പറയില്ലേ. അതിനെന്താ ട്രംപാശാനെ ഞാൻ സഹായിക്കും, ഞാനുണ്ടല്ലോ ഇവിടെ. കൊച്ചിൻ ഖനീഫയൊക്കെ മറ്റേ സിനിമയിൽ പറയുന്ന മാതിരി ഞാനുണ്ടല്ലോ, എന്തിനാ ട്രംപാശാനെ പേടിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് മുനീർ 2 കൂട്ടരെയും വിളിച്ചു. ഇവർ വന്നപ്പോൾ മിലിറ്ററി യൂണിഫോമിലായിരുന്നു. JD വാൻസ് വന്നപ്പോൾ സൂട്ടും കോട്ടൊക്കെ ഇട്ടാണ് പോയത് സ്വീകരിക്കും. അദ്ദേഹം ശ്രമിച്ചു. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടുക്കാത്ത നിലപാടുകളാണ് 2 കൂട്ടരുടെയും. അവർക്ക് മെയിനായിട്ട് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കണം. അവർ പറഞ്ഞത് 2 കൊല്ലം വെയിറ്റ് ചെയ്യാം. അപ്പോൾ JD വാൻസ് പറഞ്ഞു 2 കൊല്ലമല്ല, ഒരിക്കലും നിങ്ങൾക്ക് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാനുള്ള അവസരം ലഭിക്കില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. അപ്പോൾ മുനീർ എന്ന കൊട്ടേഷൻ ഗുണ്ടയാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം ഫീൽഡ് മാർഷൽ. പാകിസ്ഥാൻ്റെ കയ്യിലൊരു, എനിക്ക് തോന്നുന്നു ഒരു 10 ലക്ഷമെങ്കിലും പട്ടാളമുണ്ട്, 1 മില്യൺ പട്ടാളമുണ്ട്. അതിൻ്റെ ചെറിയ പട്ടാളമല്ല, ഇന്ത്യയോട് ഏറ്റുമുട്ടി നിൽക്കുന്ന പട്ടാളം ഉണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. ലോകത്തിൻ്റെ ഒരു 10 മിലിറ്ററീനെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്നായിട്ട് പെടുന്നതാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ എന്ന് ഈ ഷബാസ് ഷെരീഫിനെ തട്ടി പ്രസിഡൻ്റായി എന്ന് ചോദിച്ചാൽ പർവേസ് മുഷാറഫ് വന്ന പോലെ. അപ്പം അത്തരത്തിലുള്ള ഒരാൾ, അത് ഞാൻ നിന്നെ
തെണ്ടിപ്പിള്ളേരെ വിട്ട് അടിപ്പിക്കടാന്ന് പറയില്ലേ, അതിനോട് പറ്റിയ ആളാണ് അസീം മുനീർ. ട്രംപ് എന്ത് പറഞ്ഞോ അത് ചെയ്യും. അതാണ് ഈ അസീം മുനീർ. ആ ഒരു വ്യക്തിബന്ധത്തിൻ്റെ പേരിലാണ് അവർ ഇടപെട്ട് ഒരു സമാധാനത്തിന് വേണ്ടി ശ്രമിച്ചത്. പക്ഷേ ഈ പറയുന്ന അവസരത്തിൽ പാകിസ്ഥാൻ്റെ മിലിറ്ററി ഫ്ലൈറ്റുകൾ സൗദി എയർബേസിൽ ഇറങ്ങിയിട്ടുണ്ട് സൗദിയുടെ കൂടെ. എന്നാൽ UAE ആയിട്ട് നല്ല അലമ്പിലാണ്. നമുക്കറിയാം ഒരു സഖ്യം ഉണ്ടായത് UAE, ഇന്ത്യ, ഇസ്രായേൽ പോലെ ഒരു സഖ്യവും, സൗദി, തുർക്കി, ഈജിപ്റ്റ്, പാകിസ്ഥാൻ, അങ്ങനെ ഒരു സഖ്യവും അവിടെ ഉള്ളിൽ കൂടെ നടക്കുന്നുണ്ടെന്നുള്ളത് വേറൊരു ഭാഗമാണ് അതിൻ്റെ.